എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഹെലിക്കോണിയ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സസ്യമാണ്. വ്യത്യസ്ത നിറത്തിലും വലിപ്പത്തിലുമുള്ള ഹെലിക്കോണിയ പൂവുകളുണ്ട്. ഇത് ഓറഞ്ച് നിറത്തിലെ പൂവുകൾ ഉണ്ടാവുന്ന ഹെലിക്കോണിയ പ്ലാന്റ് ആണ്. വെണ്ടയ്ക്കായും പേപ്പർ വാഴയിലയും ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഒരു ഹെലിക്കോണിയ പ്ലാന്റിനെ നിർമ്മിച്ചെടുക്കാമെന്ന് നോക്കാം. ഇതിനായി നമുക്ക് അരിയെടുക്കും വിധം പാകമായിട്ടുള്ള വെണ്ടയ്ക്ക തിരഞ്ഞെടുക്കാം. ഇനി നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് ഉണക്കിയെടുക്കണം. അതിനായിട്ട് നമ്മുടെ അടുപ്പിൻ്റെ അടുത്ത് വെച്ച് ഉണക്കിയെടുക്കുക. ഡയറക്റ്റ് വെയിലത്തിട്ട് ഉണക്കുകയാണെങ്കിൽ അതിൻ്റെ ടെക്സ്ചറിൽ വ്യത്യാസം വരും. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ വെണ്ടയ്ക്ക ഉണക്കിയെടുത്ത് അതിൻ്റെ അരി എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഓറഞ്ച് നിറത്തിലുള്ള അക്രിലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഉണങ്ങിയ വെണ്ടയ്ക്കയിലേക്ക് ഈ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഉണക്കി വെച്ച 2 വെണ്ടയ്ക്കയിലേക്കും നമ്മുടെ പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഒന്ന് ഉണങ്ങുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹെലിക്കോണിയ പ്ലാന്റുകളുടെ മുട്ടുകൾ ഉണ്ടാവുന്നതും അവ വിരിയുന്നതുമൊക്കെ കാണാൻ വളരെ മനോഹരമാണ്. ഇത് ഹെലിക്കോണിയ പ്ലാന്റിൻ്റെ മുട്ടാണ്. അതുപോലെ തന്നെ ഹെലിക്കോണിയ പ്ലാന്റിൻ്റെ ഇലകൾ വാഴയിലയോട് സാമ്യമുള്ളതാണ്. ഹെലിക്കോണിയ പ്ലാന്റിൻ്റെ ഇലകൾ നമുക്ക് എങ്ങനെ വാഴയില ഉപയോഗിച്ച് നിർമ്മിക്കാമെന്ന് നോക്കാം. ഇതിനായി നമ്മൾ പേപ്പർ വാഴയിലയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പേപ്പർ വാഴയില ഇതുപോലെ 2ആയിട്ടൊന്ന് മടക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് മുറിച്ചെടുത്ത ഈ 2 പേപ്പറുകളും ഒന്നുകൂടെ മടക്കിയെടുക്കാം. അതിനുശേഷം ഈ പേപ്പറിലേക്ക് ഇലയുടെ പകുതി ഭാഗം നമുക്ക് പേനയോ പെൻസിലോ ഉപയോഗിച്ചൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ വരച്ചു കൊടുത്ത ഇലകൾ ഒന്ന് വെട്ടിയെടുക്കാം. നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന പേപ്പർ വാഴയിലയുടെ അതേ നീളത്തിൽ തന്നെയാണ് ഈ ഇലകളും നമ്മൾ വരച്ച് വെട്ടിയെടുക്കുന്നത്. ആവശ്യാനുസരണം ഇലകളുടെ വീതി നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ 2 ഇലകൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയുടെ ആകൃതി ഒന്ന് വരുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അരികുകളൊക്കെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അരികൊക്കെ ഒന്ന് മടക്കി കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗവും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഏകദേശം ഇലയുടെ ഒരു ടെക്സ്ചർ ഇതിലൂടെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇലയ്ക്ക് ഒന്ന് സപ്പോർട്ട് കൊടുക്കുന്നതിനായിട്ട് വീണ്ടും നമ്മൾ ഒരു പേപ്പർ വാഴയില എടുത്ത് അതിൻ്റെ ഏകദേശം ഒരു 8 സെൻറ്റിമീറ്റർ വീതിയിൽ മുറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പശ ഉപയോഗിച്ച് ഇതൊന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇലകളുടെ പുറകു ഭാഗത്തേക്ക് ഒന്ന് പശ തേച്ചിട്ട് പിടിപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം ഇലകളുടെ താഴ്ഭാഗം നമുക്കിതിലേക്ക് ഒന്ന് മടക്കി ചേർത്ത് ഒട്ടിച്ചുകൂടെ കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ ഇലകൾ തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മുടെ പഴയ കലണ്ടറിൽ നിന്ന് അടർത്തിയെടുത്തിട്ടുള്ള കമ്പിയാണ്. ഇനി നമുക്കിതൊന്ന് പേപ്പർ വാഴയിൽ ഉപയോഗിച്ച് പൊതിഞ്ഞു കൊടുക്കാം. നമ്മൾ കളർ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്ക ഈ പച്ച നിറത്തിലുള്ള ദണ്ടിലേക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഫെവിക്കോൾ ഉപയോഗിച്ചാണ് നമ്മളിതൊട്ടിച്ചത്. ഇനി നമുക്ക് നമ്മുടെ ഹെലിക്കോണിയ പൂവുകൾ വിടർന്ന് നിൽക്കുന്നത് പോലെ ഇതിൻ്റെ ഇതളുകളൊക്കെ ഒന്ന് വിരിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ കുറച്ച് പേപ്പർ വാഴയിലയും കൂടെ എടുത്ത് പശ ഉപയോഗിച്ച് ഒന്ന് ചുറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഓറഞ്ച് നിറത്തിലുള്ള ഹെലിക്കോണിയ പൂവുകൾ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പൂവുകളും ഇലകളുമൊക്കെ ഒന്ന് യോജിപ്പിച്ച് വയ്ക്കാം. അതിനായിട്ട് നമ്മൾ ഒരു സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഇതിൻ്റെ ഇലകളും പൂവുകളും ഒക്കെ ഒന്ന് യോജിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്കായും പേപ്പർ വാഴയിലയും കൊണ്ട് തയ്യാറാക്കിയ ഹെലിക്കോണിയ പ്ലാന്റ് തയ്യാറായിട്ടുണ്ട്. നമ്മൾ നിർമ്മിച്ച ഹെലിക്കോണിയ പ്ലാന്റ് ഇതുപോലെ ഒരു ഫ്ലവർ വേസിലോ മറ്റോ ഉറപ്പിച്ച് വെച്ച് നമുക്ക് ഇത് അലങ്കാരത്തിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പ്രകൃതിയുടെ മാസ്മരികമായ സൃഷ്ടികളാൽ സമ്പന്നമായ ഈ ലോകത്തെ പുതിയൊരു കാഴ്ചാനുഭവത്തെ നമുക്ക് നിർമ്മിച്ചെടുക്കുവാൻ ശ്രമിക്കാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.